സ്വീകരിക്കുന്നതിലേക്കായി ലവകുമാർ സാറിനെ ക്ഷണിക്കും. ഫോട്ടോ എങ്ങനെ പ്രത്യേകിച്ച് ഗോപിനാഥ് നായർ സാർ അധ്യാപകനാണ്. അദ്ദേഹത്തിന് നമ്മളെക്കാൾ ചെറുതോടുകൂടിയാണ് അദ്ദേഹം. അതായത് അദ്ദേഹം രക്ഷാതീരത്ത് തന്നെ 30 വർഷമെങ്കിലും അടുക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇതിൻ്റെ ആ ഒരു വലിയ മനസ്സ് നമുക്ക് അനുഗ്രഹമായിട്ടുണ്ട്. അദ്ദേഹത്തിനെ സദയം ബാലകൃഷ്ണ സാർ. ഇനി നമുക്ക് ഒരു പ്രധാന വ്യക്തിത്വം ഇവിടെയുണ്ട്. ആചാര്യ പത്നിയാണ്. ഒരു യജ്ഞത്തിന് അതും പ്രാധാന്യമുള്ളതാണ്. അധ്യാപികയാണ്. നമ്മളെ വളരെ ആദരവോടെ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ നമ്മുടെ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നുള്ളതാണ്. ഈ യജ്ഞത്തിൽ അതിൻ്റെ ഐശ്വര്യം ഇടയാടുവാൻ അമ്മയുടെയും ഭഗവാന്റെയും കാരണത്താൽ എത്തിച്ചേർന്ന ആ മഹതിയെ ഒരു നിമിഷം സ്വീകരിക്കാൻ വേണ്ടി അപർണാജിയെ ക്ഷണിക്കുന്നു. ദിവ്യ അപർണാജിയെ കാളണിയിക്കുന്നതാണ്. ബഹുമാനിയെ ശ്രീധരിയം കുടുംബാംഗങ്ങളാണ് ഇവിടെ ചേർന്നുള്ളത്. ശ്രീധരിയം എന്ന ഒരു പഠന വിഭാഗം ഏതാണ്ട് ആയിരക്കണക്കിന് പേര് ഭാഗവത മൂലം വളരെ വിശദമായിട്ട് പഠിക്കുകയും അത് ലളിതമായി എല്ലാവരും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ആചാര്യൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശ്രീധരീയം പഠന സത്രം എന്നാണ് പേര്. അതിന് ഓരോ ജില്ലയിലുള്ള കൂട്ടായ്മയുണ്ട്. അങ്ങനെ പത്തനംതിട്ട ജില്ല ശ്രീധരീയം ഗ്രൂപ്പ് അദ്ദേഹത്തിൻ്റെ കാരണത്താൽ രൂപീകരിച്ചതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലായിട്ടുള്ള മുൻപരിചയങ്ങളില്ലാത്ത നാം എല്ലാവരും ഇവിടെ ഒത്തുചേർന്ന് ഇപ്പോൾ ഒരു കുടുംബമായിട്ട് ചേരാൻ ഉള്ള അവസരമുണ്ടായി. അപ്പൊ ഇത് ഭഗവത് കൃപയെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അപ്പോൾ ശ്രീധരീയം കുടുംബത്തിലെ ഞാനൊരു വലിയ പഠിതാവാണ്. ഞാൻ കുറച്ച് ജൂനിയറാണ്. എന്നെക്കാൾ സീനിയറായി പഠിക്കുന്ന പലരും. പക്ഷേ ഈ കൂട്ടായ്മ വന്നതിന് ശേഷം പലയിടത്തും ചില നിർദ്ദേശങ്ങൾ വന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു യജ്ഞം നടത്തണം. അദ്ദേഹത്തെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങണം എന്നൊരു ചിന്ത വന്നു. അപ്പോൾ ആദ്യമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടായപ്പോൾ എവിടെ ചേരും എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അത്തരത്തിൽ വന്നപ്പോൾ 12 നമുക്ക് ഒരുമിച്ച് ഇരിക്കാം എന്ന് പറഞ്ഞു. അതിലൂടെ ബ്രാഹ്മണ സമൂഹം മഠത്തിൽ അതിന് സൗകര്യം തന്നു. അവിടെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ഇവിടെ നടത്തും എന്നായി. എല്ലാവരും വരട്ടെ. ഇനി തിരുവല്ലാക്കാർക്ക്, ഏഴംകുളത്തുകാർക്ക്, കോന്നിയുള്ളവർക്ക്, ഒന്നി ഞാനേ ഉള്ളൂ, പത്തനംതിട്ട, തിരുവല്ല, മല്ലപ്പള്ളി ഇങ്ങനെയുള്ള സ്ഥലത്തും നമ്മൾ വന്നിട്ടുള്ളൂ. അപ്പം അതിനോട് ചേരുന്നുള്ളൊരു വന്നപ്പോൾ വിജയം നിർദ്ദേശമാണ് നമുക്ക് ഇവിടെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ 12 എന്ന് പറയുന്ന ഈ ഇന്നിപ്പം ഏറ്റവും മഹത്തായ സ്ഥലത്ത് ചരണമന്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ വിളിക്കപ്പെടുന്ന ഒരുപക്ഷെ ഇന്നിപ്പോൾ 12 ഈ സർവമാന പ്രദേശങ്ങളും വൃക്ഷങ്ങളും അല്ലാത്തതും ചരണമന്ത്രം കൊണ്ട് പ്രയോജനമായിരിക്കുന്നതാണ്. സ്വാമിയെ ശരണമയ്യപ്പാന്നൊക്കെ ഇല്ലാത്ത ഒരു ദിവസം പോലുമില്ല, ഒരു നേരവുമില്ല. രാമകൻ എങ്ങനെയുണ്ട് ആ മുഹൂർത്തത്തിൽ ഈ വർഷാന്ത്യത്തിൽ നമുക്കിവിടെ ഒത്തുചേരാൻ ഒരു നിയോഗം തന്നെയാണ് ഉണ്ടായത്. അത് ഭഗവാന്റെ കാരുണ്യമാണ്. അതാണ് ഇത്തരത്തിലെ ഒരു ഏകാഗ്രഹമായിട്ടിവിടെ ഇന്ന് രൂപപ്പെട്ടതും അതിന് ആദരണീയനായ വ്യക്തിത്വം തിരിതെളിച്ച് തന്നതും ഈ ക്ഷേത്രത്തിലെ എല്ലാ സഹകാരികളും നാട്ടുകാരുമായിട്ടുള്ളവർ ഇതിനോട് ഏറ്റവും അങ്ങേയറ്റം അനുകൂലമായിട്ട് വന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞ് നീട്ടുന്നില്ല. ഈ ഭാഗവത പഠനത്തിന് എത്താത്തവരുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അവർ ആ പഠനത്തിലേക്ക് വരണം. കാരണം വന്ന് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നു കുറേയേറെ മുമ്പ് വന്നിരുന്നെങ്കിൽ എനിക്ക് ഞാൻ തന്നെ ഇതിനകത്ത് പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തോട് വന്നു, ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല, ഇതെന്നുള്ളൊരു കാര്യമുള്ളത് അദ്ദേഹം വളരെ 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 സൗമ്യമായിട്ട് എന്നോട് പറഞ്ഞു, അതിലൊന്നും ഒരു കാര്യമില്ല. കുറെ കഴിയുമ്പോൾ ഈ ആശങ്ക മാറിപ്പോകും. സംസ്കൃത പാണ്ഡിത്യം വേണമെന്നില്ല, ഭക്തി ഉണ്ടായാൽ മതി. അതിൽ കൂടെ ഏത് പഠനം ഉണ്ടാവും. ഭക്തിയില്ലായെങ്കിൽ സർവജ്ഞപീഠം കഴിഞ്ഞിട്ടും യാതൊരു കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ആത്മവിശ്വാസം കിട്ടി. ഇന്നിപ്പോൾ എനിക്ക് സംസ്കൃതം അറിയുന്നതിനുള്ള ഭയം എനിക്കില്ല. പക്ഷെ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. കുറേക്കൂടെ നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് തോന്നാറുണ്ട്. എങ്കിലും ഇത് പഠിക്കാനുള്ള ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യം ആയിരക്കണക്കിന് ആൾക്കാർക്ക് സൗജന്യമായിട്ട് അദ്ദേഹം വിതരണം ചെയ്യുന്നതൊരു മഹത്തായ കാര്യമാണ്. വിതരണം ചെയ്യുന്നതും വിദ്യ കൂടിക്കൊണ്ടിരിക്കുമെന്ന് പണ്ട് പറഞ്ഞത് ഇന്ന് നടപ്പാക്കുന്ന ആചാരനാണ്. കാരണം പലരും എല്ലാം അറിയാമെങ്കിലും മറ്റുള്ളവർക്ക് പകരില്ല. അങ്ങനെ അവരിൽ കൂടെ ദ്രവിച്ച് പപ്പടയിൽ പോയി ഒഴുകുന്നവർ മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഞങ്ങൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് ആ പാദനമസ്കാരം ചെയ്യുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്ത് ഗൾഫിലുള്ളവർ അല്ലാത്തവർ ഈ കേരളത്തിലെ സർവമാന ജില്ലകളിൽ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിവ്യരൂപമായിട്ടാണ്, ഭഗവാന്റെ ഭാഗമായിട്ടാണ്. ഇതൊന്നും ഞാൻ എന്താ പറയുക സ്റ്റൈലിൽ പറയുകയല്ല ചെയ്യുന്നത്, ഇതൊരു സത്യം. അപ്പം സങ്കല്പത്തിന് ആ പാദം സ്പർശിച്ചുകൊണ്ടാണ് ഈ കുടുംബാംഗങ്ങളുടെ ഓരോ ദിവസം തുടങ്ങുന്നത് എന്നുള്ളത് മഹത്തായ കാര്യമാണ്. അതിന് ഉള്ള ഭാഗ്യം ഭഗവാൻ തന്നു. അദ്ദേഹത്തിന് ദീർഘായുസ്സും ശേഷിയും സേവിഷിയും എല്ലാം ഭഗവാൻ വീണ്ടും വീണ്ടും കൊടുക്കട്ടെ. ആയിരം പേർക്ക് വീണ്ടും വീണ്ടും ഭാഗവതോപദേശം നൽകട്ടെ. ഭാഗവത അമൃതം അത് എല്ലാവരും പാനം ചെയ്ത് ധന്യരാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അമ്മയെ നമസ്കാരം. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിയിരിക്കുന്ന നമ്മുടെ ശിവകുട്ടി സാറിൻ്റെ ഈ ഉദ്ഘാടന പരിസ്ഥിതികളാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇത്രയുമാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. സാറിന് അത്രയും ഈ കാര്യങ്ങൾ നമ്മൾ ഇതിൽ വന്നു വെക്കാനാണെന്നൊന്നും സാറിന് അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു പക്ഷേ അദ്ദേഹത്തിന് ധാരണമാണ്. ഞാൻ അദ്ദേഹത്തിനെ ആദരവുകൾ ക്ഷണിക്കുകയാണ്. അതേപോലെ ക്ഷണിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ പെട്ട ഈ സ്ഥലവും മറ്റും ഇങ്ങനെ വിട്ടു തന്ന് ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാക്കിയത് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അസൗകര്യം ചങ്ങനാശ്ശേരിയിലും മറ്റും ഇന്നും നാളെ മറ്റന്നാൾ പരിപാടിയായിട്ടും ഇന്ന് രാവിലെ വരാൻ തോന്നിയ മനസ്സ് അത് ചെറുതല്ല. കുറച്ച് മുമ്പ് പറഞ്ഞ് 7:30 വന്നാൽ മതിയെന്ന് പറഞ്ഞു നമ്മുടെ ഭംഗിയായ കാര്യങ്ങളാണെന്ന് അദ്ദേഹത്തിനെ ഞാൻ ആദരവുകളും ക്ഷണിക്കുകയാണ്.